ഇന്ന് പകലിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. സഭയായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ നമ്മളെ കർത്താവ് ഒരുക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ്. കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡേറ്റ് ഒന്നും കണ്ടുപിടിച്ചില്ല, പക്ഷേ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ എന്ന് കർത്താവ് വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഡേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ അത്രയും വിഷമിക്കണ്ട. കാരണം എന്ന് വേണമെങ്കിലും കർത്താവ് വരും. പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഡേറ്റ് അല്ല നമുക്ക് വിഷയം. ഇന്ന് വന്നാലും എന്ന് വേണമെങ്കിലും വരും. ഇന്ന് വന്നാലും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. കർത്താവിൻ്റെ വരവായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അതായത് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു, ഇവിടെ ജീവിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. അതിനാ കർത്താവ് വന്നതെന്നാണ് പറഞ്ഞത്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്ര ഞാൻ വന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, കർത്താവ് ഇങ്ങോട്ട് വന്നത് തന്നെ ക്രൂശിക്കപ്പെടാനാണ്. കാനാവിൽ കല്യാണത്തിന് വെള്ളം അവിടെ വീഞ്ഞില്ലാഞ്ഞപ്പം വെള്ളം വീഞ്ഞാക്കി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇതൊക്കെ കർത്താവ് ചെയ്തു. പക്ഷേ കർത്താവ് വന്നത് അതിനൊന്നുമല്ല. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാണ്? അത്ഭുതം കാണിക്കാനൊന്നുമല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ. അങ്ങനെ കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു എന്ന് മാത്രമല്ല, അവൻ അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു. ലോകത്തിൽ ഒരു കല്ലറ മാത്രമേ ഇന്നും തുറന്നു കിടപ്പുള്ളൂ, അത് യേശുവിൻ്റെ കല്ലറയാണ്. ബാക്കിയുള്ള എല്ലാ കല്ലറ അടച്ചു, കാര്യം തീർന്നു. ഇനി ഇടയ്ക്ക് കർത്താവ് ഉയിർപ്പിച്ച ആളുകൾ പോലും പിന്നെയും മരിച്ചു. ഇപ്പം ലാസറിനെ കർത്താവ് ഉയിർപ്പിച്ചു, ലാസർ എന്തിയെ? ലാസർ പിന്നെയും മരിച്ചു. പക്ഷേ യേശു കർത്താവ് മരിച്ചിട്ട് അവൻ ഉയിർത്തെഴുന്നേറ്റു. അവൻ പിന്നീട് മരിച്ചില്ല, അവൻ മരിക്കുകയില്ല, ഉയിർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവിടുത്തെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ. അതാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ അത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു, അവസരങ്ങളെ കൊണ്ടുവന്നു. എന്തൊക്കെ അവസരങ്ങളാണ്? കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. പാപങ്ങളിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് വന്നു. അതുകൊണ്ടാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആ യേശുവിനെ നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റിയതുകൊണ്ട് അവനെ കൈക്കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് റിസീവ് ഹിം ഇൻസൈഡ് എന്നർത്ഥമാണ് അവിടെ. അല്ലാതെ എപ്പോഴെങ്കിലും കൈയൊന്ന് പൊക്കി ഏറ്റു പറഞ്ഞു എന്ന് മാത്രമല്ല. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ജസ്റ്റ് ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നില്ല. ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തണം. അവിടുന്ന് നമ്മളെ ഭരിക്കണം. അങ്ങനെ യേശു എന്നെ ഭരിക്കാൻ ഞാൻ യേശുവിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും യേശു എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനിച്ചത് രക്തത്താലല്ല, പുരുഷൻ്റെ ഇച്ഛയാലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അതുകൊണ്ട് നമ്മൾ ദൈവ മക്കളാകുന്നത്. വീണ്ടും ജനിക്കാത്ത ആരും ദൈവമക്കളല്ല. പള്ളി വന്നതുകൊണ്ട് ദൈവമക്കളാകത്തില്ല, ഒന്നുമില്ല. പള്ളി വരണം, പാട്ട് പാടിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ദൈവവചനം വായിച്ചത് കൊണ്ടോ നമ്മൾ ദൈവ മക്കളാകണമെന്നില്ല. ദൈവ മക്കളാകുന്നത് എപ്പോഴാണ്? യേശുവിനെ നമ്മുടെ ഉള്ളിൽ കയറ്റിയിരുത്തി യേശു നമ്മളെ ഭരിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ദൈവ മക്കളാകുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അഥവാ അവനെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
അങ്ങനെ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മുടെ പാപങ്ങളെ മോചിച്ചു, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവം നമ്മുടെ പിതാവായി എന്ന് തന്നെയല്ല, ആ മക്കളായ നമ്മളെ അവൻ മണവാട്ടിയാക്കി. ആ മണവാട്ടി, നമ്മൾ യേശുവിൻ്റെ മണവാട്ടിയാണ്. അത് ഒന്നാമത്തെ വരവിൻ്റെ പ്രത്യേകതയാണ്, നമ്മളെ മണവാട്ടിയാക്കി. ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ വരവിൽ സംഭവിച്ചതാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും വരും. ഇല്ലേ? അപ്പോൾ മണവാട്ടിയാക്കി എന്നുള്ളത് ഒന്നാമത്തെ വരവിൻ്റെ കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ആ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാര്യം അതാണ്. കാന്തയുടെ കല്യാണം വന്നിരിക്കുന്നു, കാന്ത തന്നെ തന്നെ ഒരുക്കി. അപ്പം ആ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണമെന്നാണ് പറയുന്നത്. കാന്ത തന്നെ തന്നെ ഒരുക്കി. നമ്മളെ കാന്തയാക്കിയത് കർത്താവാണ്. പക്ഷേ ഒരുങ്ങുക എന്നുള്ളത് അതിനകത്ത് നമ്മുടെ ചുമതലയും ഉണ്ട്. കർത്താവ് സഹായിക്കും, ഇല്ലെന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ഇല്ലെന്നല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കാന്തയും തന്നെത്താൻ ഒരുക്കി. ഇല്ലേ? നമ്മൾ ഒരുങ്ങണം. നമ്മളെ കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണം. അപ്പോൾ ആ ഒരുങ്ങുന്ന വ്യക്തികളെയാണ് കർത്താവ് ചേർക്കുന്നത്, ഒരുങ്ങാത്തവരെ അല്ല. ഒരുങ്ങാത്തവർ ചേർക്കപ്പെടുന്നില്ല. ശരിക്കും 10 കന്യകമാരുടെ ഉപമയിൽ നമ്മൾ കാണുന്നത് എല്ലാവരും കാത്തിരുന്നു, പക്ഷേ ഒരുക്കമുള്ള 5 പേരെ ഉള്ളായിരുന്നു. അവർ എണ്ണയും കൂടെ കരുതി. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരുക്കമുള്ളവരെയാണ് കർത്താവ് ചേർക്കുവാൻ വരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ നമ്മളെ മണവാട്ടിയാക്കിയെങ്കിൽ, രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് അത് ഓപ്പർച്യൂണിറ്റീസ് അല്ല കൊണ്ടുവരുന്നത്, പ്രത്യുത ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. ഇനി ആർക്കും മണവാട്ടി ആകാനൊന്നും പറ്റത്തില്ല. മണവാട്ടി ആയവർക്ക് കർത്താവിൻ്റെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടാം, കാന്തനോട് ചേർന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. കാന്തനോട് ചേർന്ന്, കാന്ത യുഗായുഗം വസിക്കുന്ന വാഴുന്ന അവസ്ഥ. നമ്മൾ അതിനുവേണ്ടിയായി കാത്തിരിക്കുന്നതെല്ലാം. അപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. എനിക്കതേ ഉള്ളൂ പ്രത്യാശ. എനിക്ക് വേറെ എന്താ പ്രത്യാശയാണ്? എനിക്ക് ആകെപ്പാടെയുള്ള പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. എനിക്ക് ഈ ഭൂമിയിലെ ഭൗമിക കാര്യങ്ങളൊന്നുമല്ല എൻ്റെ കാര്യങ്ങൾ. എനിക്ക് നമ്മൾ പഠിച്ചതുപോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 18-ാം വാക്യം നമ്മൾ കാണുന്നതാണ്. ആ വാക്യങ്ങളിലേക്ക് നമ്മൾ പോവുകയല്ല, നമ്മൾ അതിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ അവൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവനെപ്പോലെ ആകണം. അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം നമ്മൾ അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ്. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണേണ്ടതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകുമെന്ന് അറിയുന്നു. അവൻ വരുമ്പോൾ അവൻ്റെ സദൃശതയിൽ വേണം നമ്മൾ അവനെ കാണാൻ. അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം അവനെ കാണാൻ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ അവൻ്റെ സദൃശത എന്ന് പറയുന്നത് നിർമ്മലതയാണ്, വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരുങ്ങേണ്ടത് വിശുദ്ധിയിൽ ഒരുങ്ങണം. വിശുദ്ധിയിൽ ഒരുങ്ങണം. നമ്മളെ ഭൂമിയിൽ വിളിച്ചാക്കിയിരിക്കുന്നത് തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അതായത് കുറച്ച് സമയം നമുക്ക് തന്നിരിക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ പാപങ്ങൾ മോചിക്കപ്പെട്ടു, നമ്മൾ പാപം ഏറ്റുപറഞ്ഞു, കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമ്മൾ നീതീകരിക്കപ്പെട്ടു. അത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. വി ആർ ഓൾ ജസ്റ്റിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടു. അങ്ങനെ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ റോമലേഖനം 5-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന കാര്യം അതാണ്. സോ വി ഹാവ് ആക്സസ്. അവൻ മൂലം നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് ആക്സസ് ഉണ്ട്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവ് വരാൻ
കുറച്ചുകൂടെ നമുക്ക് സമയം തന്നിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ അന്ന് തന്നെ വല്ല കാറ് പിടിച്ച് ഞാനങ്ങ് ചാകുകയായിരുന്നെങ്കിൽ നേരെ എനിക്ക് സ്വർഗത്തിലങ്ങ് പോകാമായിരുന്നല്ലോ, അല്ലേ? പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിലങ്ങ് പോകും. എന്നിട്ടും കർത്താവ് എന്താ പിന്നെയും താമസിച്ച്, ഞാനിപ്പോൾ 50 വർഷം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ട് 50 years ഇതുവരെ കർത്താവ് വന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് കർത്താവ് വരാത്തതിനല്ല, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ ചില കാരണങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കണം. അതാ ഒന്ന്. പിന്നെ സുവിശേഷീകരണമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും എനിക്ക് കൂടുതൽ അവസരം കിട്ടുകയാണ് അവൻ്റെ വരവിനോട് കുറേ കൂടെ അടുക്കാൻ, കുറേ കൂടെ അവൻ്റെ ആ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം മരിച്ചായിരുന്നെങ്കിലും സ്വർഗത്തിൽ പോകുമായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്ന് ഞാൻ യേശുവിനെ അറിയുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ ഒന്നും രക്ഷിക്കപ്പെട്ട ആ സമയത്ത് ഞാൻ യേശുവിനെ അനുഭവിക്കുന്നില്ല. അതായത് ആ അടുപ്പം അന്നുണ്ടായിരുന്ന അടുപ്പമല്ല. ചിലർ നേരെ തിരിച്ചാ പറയുന്നത് കേട്ടോ. അങ്ങനെ പറയരുത്. ഓ, രക്ഷിക്കപ്പെട്ട അന്നൊക്കെ എന്നാ സന്തോഷമായിരുന്നു, ഇപ്പോഴങ്ങനൊന്നും ഇല്ല, രക്ഷിക്കപ്പെട്ട അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കാര്യത്തിൽ തിരിച്ചാ. അന്ന് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് അന്നുണ്ടായിരുന്നതിൻ്റെ 1000 മടങ്ങ് സന്തോഷം എനിക്കുണ്ട്. ഞാൻ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശുവിനോട് കുറേ കൂടെ അടുക്കുകയാണ്. അന്ന് എനിക്ക് യേശുവിനെക്കുറിച്ച് എന്താ അറിയാമായിരുന്നത്? എൻ്റെ പാപങ്ങളെ മോചിക്കാൻ കർത്താവ് വന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇപ്പം അതല്ലല്ലോ. ഞാൻ കാന്തയാണ്, ഞാൻ അവനെ അനുഭവിക്കുന്നു, ഞാൻ അറിയുന്നു. ഈ യഹൂദന്മാരുടെ ഇടയിലെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് അന്ന് തന്നെ ഭർത്താവ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവർക്കറിയാമോ? പക്ഷേ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മളെന്താണെന്നറിയാമോ? നമ്മളെ തന്നെ കാന്തന് വേണ്ടി ഒരുക്കുകയാണ്. അത്രയും കാലം കൊണ്ട് കാന്തനെക്കുറിച്ചുള്ള ചിന്തകൾ വളർന്ന് ആ കാന്തനുമായിട്ടുള്ള ആ മാനസിക ഐക്യതയിലേക്ക് വരുന്നത് പോലെ. അങ്ങനെ കർത്താവിൻ്റെ വരവ് താമസിച്ചു. എനിക്ക് കുറേ കാലം കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഇതൊരു നഷ്ടമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3 ഇതിൽ പറയുന്നത്, നമ്മൾ അവനെ ഇരിക്കുന്നത് പോലെ അവനെ കാണേണ്ടതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. എന്നിട്ട് അവിടെ പറയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും ഞാൻ കൂടുതൽ നിർമ്മലത. 1000 മീറ്റർ ഓടാൻ ഉള്ള ഒരു ഓട്ടം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ 1000 മീറ്റർ ഓടണമെന്ന് നിർബന്ധമില്ല, പറ്റത്തില്ല. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ കുറേ കൂടെ അടുത്ത്. പൗലോസ് യാത്ര തുടങ്ങുമ്പോൾ പറയുന്നു, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പിടിക്കാമോ എന്ന് വെച്ച് നിൽക്കുകയല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. ഇന്നലത്തേക്കാൾ നമ്മൾ പാട്ടൊക്കെ, അത് ഈ പഴയ പാട്ടുകളൊക്കെ എന്നാ നല്ല പാട്ടുകളാണ് അല്ലേ? ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തതേ എനിക്ക് എത്ര ആനന്ദം നോക്കേ. ഓ, എന്തൊരു സന്തോഷമല്ലേ! കുറേ കൂടെ അടുത്ത്. ഇപ്പം ടാർഗറ്റ് പോയിൻ്റൊക്കെ കണ്ടു തുടങ്ങി. നേരത്തെ ഇതൊന്നും കാര്യമായിട്ട് കാണാതെ ഓട്ടം തുടങ്ങിയത്. പക്ഷേ ഇപ്പം എൻ്റെ മുമ്പിൽ ആ ഓട്ടം ഉണ്ട്. പിടിക്കാമോ എന്ന് വെച്ച് ഞാനും ഓടുകയാണ്. അങ്ങനെ ഓടി ഒരു ദിവസം പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതെ, അങ്ങനെയും പറയും കേട്ടോ. ചിലർ പറയും, അങ്ങനെ വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അങ്ങ് ചെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും അഹങ്കാരി. അത് അഹങ്കാരമല്ല, കോൺഫിഡൻസാണ്. ഞാൻ എൻ്റെ പ്രിയൻ്റെ നാടിനോട് ഏറ്റവും അടുത്ത് ഞാനിപ്പോൾ അവിടെ ചെല്ലും എന്ന് പറയുന്നത് അഹങ്കാരം പറയുകയല്ല. ചിലർ പറയുന്നത് അങ്ങനെയാണ്. ആരാ വിശുദ്ധന്മാർ? ആരുണ്ട്? ആരുമില്ല, നമ്മളെ കൊണ്ട് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാനിത് അനുസരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അഹങ്കാരിയാണെന്ന് പറയാറുണ്ട്. അല്ല,
ഞാൻ അനുസരിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല. അങ്ങനെ ആകുമ്പോഴല്ലേ എനിക്ക് അഹങ്കരിക്കാനുള്ളൂ, ഇല്ലേ? ഇന്ന് നമ്മൾ കേട്ട കാര്യമുണ്ടല്ലോ, ഞാൻ നിർത്തിയതല്ല, ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാണ്. അവൻ എന്നെ കൊണ്ടുപോവുകയാണ്. അടിസ്ഥാനപരമായി എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ആകെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. അവൻ എന്നെ കൊണ്ടുപോകും, അവൻ അത് നിർവഹിക്കും എന്നാണ്. നിങ്ങളുടെ ഒരു നല്ല വേല തുടങ്ങിയവൻ അത് നിർവഹിക്കും, നിവർത്തിക്കും. യെസ്, ഞാനങ്ങ് ചെല്ലും. എനിക്ക് ഉറപ്പുണ്ട് കർത്താവ് വന്നാൽ പോകുമെന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. അത് അഹങ്കാരമൊന്നുമല്ല പറയുന്നത്, അതാണ് കോൺഫിഡൻസ്. അതെൻ്റെ ബോധ്യമാണ്. കാരണം അത് കണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ ഭൂമിയിൽ ഒരു ആഗ്രഹങ്ങളുമില്ല, ഭൗമികമായ മോഹങ്ങളൊന്നും എനിക്കില്ല. ഞാൻ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാനുള്ളതൊക്കെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി അത് തന്നില്ലെങ്കിലും ഇന്ന് നമ്മൾ പാട്ട് പാടിയപ്പം പാടിയ കാര്യമുണ്ടല്ലോ, കഷ്ടതയായിരിക്കും, പട്ടിണിയായിരിക്കും, ചിലപ്പോൾ അതൊക്കെ വന്നെന്നിരിക്കും, എല്ലാവരും പഴിച്ചെന്നിരിക്കും, ദുഷിച്ചെന്നിരിക്കും. അതുണ്ടോ ഇല്ലയോ അതും എനിക്ക് വിഷയമല്ല. ഇനി ആരെങ്കിലും കൂടെ അതും ഇതൊക്കെ പറഞ്ഞു എനിക്ക് വിഷയമല്ല. കാര്യം എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ പ്രാണപ്രിയനോട് ഞാൻ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം. എന്നാൽ ആ അടുപ്പത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ കണ്ടല്ലോ, നമ്മൾ വിശുദ്ധിയിൽ നമ്മളെ തന്നെ ഒരുക്കണം. കാര്യം നമ്മളെ വിളിച്ചത് തന്നെ 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധിയാണ്. അതിനെ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യരെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന ദൈവത്തെ അത്രേ തുച്ഛീകരിക്കുന്നത്. കാര്യം പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി എന്തിനു വേണ്ടിയാ? വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി. ആ വിശുദ്ധിയാണ് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധിയെ 2 കൊരിന്ത്യർ 7:1 വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. വിശുദ്ധിയെ തികച്ചുകൊള്ളുക, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എങ്ങനെയാണ്? വിശുദ്ധിയിലാണ് ഒരുങ്ങേണ്ടത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വല്ല പ്രത്യാശയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നമ്മൾ ഓരോ വേദഭാഗത്തിലും 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച് നിർത്തിയ ഒരു വേദഭാഗമാണ് 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പിന്നീട് പ്രായോഗികമായ കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം എൻ്റെ ചിന്തയും ആഗ്രഹവും മോഹവും എല്ലാം ഇതാണ്. കർത്താവിൻ്റെ വരവിന് ഉള്ള എൻ്റെ ഒരുക്കമെന്ന് പറയുന്നത് എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടാണ്. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധ വസ്ത്രം, വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ വിശുദ്ധിയിൽ ഒരുങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കണം, നമ്മുടെ തലമുറയെ ഓർക്കണം, അവരെ വിശുദ്ധിയിൽ ഒരുക്കണം, വിളിച്ചിരുത്തി അത് പഠിപ്പിക്കണം. എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥന വേണം. ആ കുടുംബ പ്രാർത്ഥനയിൽ ദൈവവചനം വായിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയണം. പണ്ട് കാലത്തൊക്കെ എല്ലാ വീട്ടിൽ ചെന്നാലും കേൾക്കുന്നത് മുഴുവൻ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. വിശുദ്ധ ജീവിതം, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. വല്ലാത്ത ഒരു തലമുറയായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഇത്രയും പ്രയാസമൊന്നും ഇല്ലായിരുന്നു വിശുദ്ധ ജീവിതം ജീവിക്കാൻ. അന്ന് എന്തെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങൾ കാണിച്ചാൽ അവനെ കൂട്ടുകാർ പോലും ഒറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് ബീഡി വലിച്ചു, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു, ഇതൊക്കെയാണല്ലോ.
അന്നൊരുത്തം ബീഡി വലിച്ചാൽ പിന്നെ അവൻ്റെ അടുത്ത് ആൾക്കാർ അടുക്കത്തില്ല, അവനെ ഒറ്റപ്പെടുത്തും. പിന്നെ അങ്ങോട്ട് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ഒരു പെണ്ണിൻ്റെ പുറകെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ അറിയണ്ട. അതുപോലെ പാപം ചെയ്യുന്നവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടം. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാ, പാപം ചെയ്യാത്തവനെയാണ് ഇന്ന് ഒറ്റപ്പെടുത്തുന്നത്. നീ ഏത് കാലഘട്ടത്തിലാണാ ജീവിക്കുന്നത് എന്ന് തന്നെയല്ല ഈ മയക്കുമരുന്നും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വല്ലാത്ത ഒരു സ്റ്റേജിൽ. ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധ ജീവിതം ജീവിച്ചാൽ അവരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അതുപോലെ ഒരു കാലഘട്ടമായത്. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം, വിശുദ്ധിയിൽ വളർത്തണം. നമ്മളിന്ന് നെഹമ്യായുടെ കാര്യം പറഞ്ഞല്ലോ. ജനം പാപങ്ങളിലേക്ക് വീണത് കണ്ടപ്പോൾ, വേർപാടിൻ്റെ മതിൽ ഇടിഞ്ഞുപോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹമ്യാ ചെയ്യുന്ന എന്താ? ഭയങ്കരമായിട്ട് കരയുകയാ. ദൈവസന്നിധിയിൽ അവൻ്റെ തലമുറയുടെ പാപം വരെ ഏറ്റുപറയുക. അവൻ പാപം ചെയ്തിട്ടല്ല, അവൻ്റെ തലമുറയുടെ പാപം ഏറ്റുപറയുക. അവൻ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്. നമ്മളിതെല്ലാം ചെയ്യണം, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മതിൽ പണിയാനും പോകണം. അല്ലാതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ, പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥനയോടൊപ്പം ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ മതിൽ പണിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സഭയുടെ മതിൽ തകർന്നു പോകരുത്. ഇവിടെയുള്ള മിക്കവാറുമുള്ള സഭകളുടെയൊക്കെ മതിലില്ല. എന്ന് പറഞ്ഞൊരു കാര്യം കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ. ലോകവും സഭയും ഒരുമിച്ച് കൂടിക്കലർന്ന് കിടക്കുന്ന അവസ്ഥ. നമ്മുടെ സഭയ്ക്ക് അത് പറ്റരുത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ അലേർട്ടായിരിക്കണം. നമ്മുടെ സഭയുടെ മതിൽ പണിയണം. ലോകം നമ്മളെ ഉള്ളിലേക്ക് കടക്കരുത്, മതിൽ പണിയണം. അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് നമ്മൾ ഒരുങ്ങണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? നമ്മുടെ സഭയെ ഒരുക്കണം. സഭയെ ഒരുക്കണം. We need to prepare our church for the coming of the Lord. സഭയെ ഒരുക്കണം. സഭ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഒരുക്കണം. നമ്മുടെ സഭയിലേക്ക് വരുന്ന എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒരു ഹയർ ലെവലിൽ ആത്മീയത അറിയാവുന്നവരായിരിക്കണമെന്നില്ല, അവരെ പഠിപ്പിക്കണം. സഭയിൽ ശുശ്രൂഷകരെ ദൈവം ആക്കിയിരിക്കുന്നത് പോലും സഭയെ ഒരുക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച്, അതാണ് പൗരസ്ത്യ മതങ്ങളിലൊക്കെ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ്. അതായത് വ്യക്തിഗത ആത്മീയത എന്നുള്ള വാക്ക് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ്. മതം, വ്യക്തിഗത മതം, അതിനകത്ത് ഒരു സാറ്റിസ്ഫൈഡാണ്. ഒരുത്തൻ അവന് ദൈവത്തെ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവനൊരു സമൂഹത്തെ നന്നാക്കാനൊന്നും അവന് ബാധ്യതയൊന്നുമില്ല. അവൻ പറയുന്നത്, നീ പ്രാർത്ഥിക്കണം, നീ ദാനധർമ്മങ്ങൾ ചെയ്യണം, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം. പിന്നൊന്നുമില്ല. അത് നീയും ദൈവവും തമ്മിലുള്ള ബന്ധം. അവർ പറയുന്ന ദൈവം, ആ ബന്ധം. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത, വ്യക്തിഗത മത ചിന്ത. പക്ഷേ വേദപുസ്തകം അങ്ങനെ വ്യക്തിഗത മത ഇടപെടൽ കൊണ്ട് സംതൃപ്തമാകുന്നില്ല. ഞാൻ യേശുവിനെ അറിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ട്, അങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് മതി, എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് പറ്റുമോ? സഭയിൽ പോലും പോകാത്ത ആളുകളുണ്ട്, സഭയിൽ പോകത്തില്ല. അതിന് സഭ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഉള്ളൊരു ചിന്തയാണ്, ഞാനും ദൈവവുമായിട്ട് നല്ല അടുപ്പമാണ്, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുപ്പം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളെന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് സഭ വലിയ അത്യാവശ്യമില്ല. സഭയിൽ ആരാ നല്ല ആൾക്കാരുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പണ്ട് കാലത്ത് ഒരു വല്യപ്പനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. വല്യപ്പൻ്റെ ചിന്ത, വല്യപ്പൻ മാത്രമേ ഉള്ളൂ വിശുദ്ധൻ, ബാക്കി എല്ലാവരും അശുദ്ധരാ. അതുകൊണ്ട് പുള്ളി സഭയിൽ പോകത്തില്ല, തിരുവത്താഴത്തിനൊന്നും പുള്ളി പോകത്തില്ല. ഒരു ദിവസം ഒരാൾ ചെന്നപ്പോൾ ഞായറാഴ്ച രാവിലെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി പാട്ടൊക്കെ കേൾക്കുന്നു. ഇവിടെ എന്തോ സഭയൊന്നും തുടങ്ങി എന്ന് നോക്കിയപ്പോൾ ഇല്ല, അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ തന്നെ പാട്ടുമൊക്കെ പാടി, അപ്പച്ചൻ തന്നെ അപ്പമൊക്കെ തിന്നുക. കാര്യം മറ്റവരുടെ കൂടെ അത് കൊള്ളത്തില്ല, അവന്മാർ ഒന്നും ശരിയല്ല. അങ്ങനെ ഒരു ആത്മീയത വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ ആത്യന്തികമായി കിടക്കുന്നത് സഭയാണ്. കർത്താവ് നമ്മളെ വിളിച്ചത് വ്യക്തിപരമായിട്ടാണ്, ഒരു സമൂഹമായിട്ടല്ല നമ്മളെ കർത്താവ് വിളിച്ചത് ദൈവം വ്യക്തിപരമായിട്ടാണ്. വ്യക്തിപരമായാണ് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചത്. വിളിച്ചത് വ്യക്തിപരമായിട്ടാണെങ്കിലും വിളിച്ചാക്കിയത് സഭയിലേക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് സഭയാണ്. ഇൻഡിവിജ്വൽസ് അതിൻ്റെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു വ്യക്തി ആത്മീയമായി വളരേണ്ടത് സഭയുമായി റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഭാഗമായിരിക്കുന്ന, തീർച്ചയായിട്ടും നമ്മൾ ഭാഗമായിരിക്കുന്ന ഒരു സഭ ആയിരിക്കണം. നമ്മളൊരു സഭയുടെ ഭാഗമായിരിക്കണം. ആ സഭയെക്കുറിച്ച് ആ സഭയോട് എനിക്ക് ബന്ധമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഞാൻ ഒരുങ്ങണം, എൻ്റെ സഭയെ ഒരുക്കണം. സഭയിൽ എന്തിനാണ് ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ ആത്മീയത സൂക്ഷിച്ച് ജീവിച്ച് ഞായറാഴ്ച വന്നൊരു പാട്ടും പാടിയിട്ട് പോകാൻ പറഞ്ഞാൽ പോരായിരുന്നു. അതല്ല ദൈവത്തിൻ്റെ മനസ്സിലെ സഭ. ഈ സഭയിലൂടെ നമ്മൾ പെർഫെക്ഷനിലേക്ക് പോകണമെന്നാണ്. സഭയിലൂടെ ഇൻഡിവിജ്വൽ പെർഫെക്ഷൻ മാത്രം പോരാ. ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. പക്ഷേ ഈ സഭ എൻ്റെ ആത്മീയതയെ നയിക്കുന്ന, അതിനുവേണ്ടി ദൈവം ഭൂമിയിലാക്കി വെച്ച്, എൻ്റെ ആത്മീയതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതാണ് സഭ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാണ് ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നതായ, അല്ലെങ്കിൽ അവിടെ ദൈവവചനം നമ്മൾ കാണുന്നതായ കാര്യം എന്താണ്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അല്ല. ദൈവം ചിലരെ സഭയിൽ ആക്കിയിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അത് ദൈവം, അത് ആര് ചെയ്യുന്ന? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി. ആര് ചെയ്തതാ ഇത്? ദൈവം ചെയ്തതാ. സഭയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ശുശ്രൂഷകർ എന്ന് പറയുന്നത് ദൈവം അപ്പോയിന്റ് ചെയ്തവരാ. കമ്മിറ്റി അല്ല ഞാൻ പറയുന്നത്, ശുശ്രൂഷകർ. കമ്മിറ്റി അല്ല, പക്ഷെ ശുശ്രൂഷകരെ ദൈവം സഭയിൽ ആക്കിയിരിക്കുന്നു. എന്തിനാണ് ആക്കിയിരിക്കുന്നത് എന്ന് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പോൾ ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കിയത് എന്തിനു വേണ്ടിയാണ്? അവിടെ കാരണം നമ്മൾ എന്താണ്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും. കാര്യം എന്തറിയാമോ? നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ശിശുക്കളാണ്, വിശ്വാസത്തിൽ ശിശുക്കളാണ്. സഭയിലാണ് നമ്മൾ വളരുന്നത്, സഭയിലാണ് പുരുഷത്വം പ്രാപിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവര് അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, അവർ ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാം ശരിയാണ്. പക്ഷെ വളരണം, ജനിച്ച ശിശു വളരണം. വീണ്ടും ജനനമാണ് ഒരു മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തന്നെ. പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും, സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ വീണ്ടും ജനനമാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകുന്നത്. പക്ഷേ ആ വ്യക്തി, ജനിച്ച വ്യക്തി അപ്പനെ പോലെ വളരണം. അത് സഭയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, പാട്ട് പാടണം, വേദോസം വായിക്കണം, എല്ലാം വേണം. പക്ഷേ സഭയിൽ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത് സഭയിലെ ജനങ്ങളെ എന്ത് ചെയ്യാനാ? വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ദൈവം സഭയിൽ ശുശ്രൂഷകരെ ആക്കിയിരിക്കുകയാണെന്നാണ് നമ്മൾ കാണുന്നത്. പെർഫെക്റ്റിംഗ്, 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. യു സീ, നമ്മളെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭ, ആ സഭയിലേക്ക്, വി ആർ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി. പക്ഷെ നമ്മൾ സഭയുടെ അംഗങ്ങളാണ്.
ആ സഭയുടെ തലയാണ് ക്രിസ്തു. എൻ്റെ തലയാണ്, അത് വേറെ കാര്യം. പക്ഷെ സഭയുടെ തലയാണ് ക്രിസ്തു. നമ്മളൊക്കെ വീണ്ടും ജനിച്ച ഈ സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ സഭ എന്തിനാണെന്നറിയാമോ? നമ്മളെയൊക്കെ, സഭയിലെ വിശ്വാസികളെയൊക്കെ ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം സഭയിലുള്ള വിശ്വാസികളെ എല്ലാം ക്രിസ്തുവിനെ പോലെ ആക്കാനാ സഭ. അതിനാണ് സഭാ കൂട്ടായ്മ. സഭയിൽ വരുന്നവരെല്ലാം യേശുവിനെ പോലെ ആകണം. വിശുദ്ധിയിൽ യേശുവിനെ പോലെ, ജീവിതത്തിൽ യേശുവിനെ പോലെ. ആ സഭയെ നമ്മൾ ഒരുക്കണം. കാര്യം അവൻ വരുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ കാണേണ്ടതാണ്. അതിനുവേണ്ടി സഭയെ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം, അൺടു എ ഫുൾ ഗ്രോൺ മാൻ. വരുന്നത് ശിശുക്കളായിട്ടാണ്. രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ നമ്മളൊക്കെ ശിശുക്കളാണ്. പക്ഷേ നമ്മളെല്ലാം തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണം. അതിന് ദൈവം തരുന്ന കുറച്ച് സമയമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാ? ആ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കേണ്ടതിനാണ്. എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആകണം. അതിനാണ് ദൈവം സഭയെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സഭയുമായി ചേർന്നാണ് നമ്മുടെ ആത്മീയത നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇൻഡിവിജ്വലി വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും വിശുദ്ധിയിൽ വളരണം. വ്യക്തിപരമായി നമ്മൾ കർത്താവിൻ്റെ ആത്മാവുള്ളവരായി പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ ജീവിച്ച്, വിശുദ്ധിയിൽ ജീവിച്ച് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. എന്നാൽ സഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സഭയിലെ വ്യക്തികളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇൻഡിവിജ്വലായിട്ടൊക്കെ നിന്നാൽ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെ താഴെ വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. സഭയിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്നവർ ശിശുക്കളാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്തറിയാമോ? ഈ ശിശുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്ന ഉപദേശങ്ങളുടെ കൂമ്പാരമാണ് നമ്മളെ ചുറ്റും. അതുകൊണ്ട് മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ തക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന. പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൂ. എപ്പോഴാണ് ഈ ദുരുപദേശങ്ങളിലൊക്കെ ആളുകൾ ഒത്തിരി വീണു പോകുന്നതെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയായ ഉപദേശം പഠിപ്പിക്കുന്ന ഒരു സഭയില്ലാത്തിടത്താണ് ആളുകൾ ദുരുപദേശങ്ങളിൽ അഴലുഴഞ്ഞു പോകുന്നത്. യു സീ ദ ഡിഫറൻസ്? അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ശരിയായ ടീച്ചിങ്സ് ഇല്ലാത്ത സഭയിലുള്ളവരാ പലപ്പോഴും ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതെന്താ അവരങ്ങനെ പറയുന്നത്? അതായിരിക്കും ശരി. കാര്യം ശരിയായ ഉപദേശം ഇവിടെ പഠിപ്പിക്കുന്നില്ല. ശരിയായ ഉപദേശം, ദുരുപദേശങ്ങളെ എല്ലാം അനലൈസ് ചെയ്ത് പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അത് ദുരുപദേശമാണെന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ നമ്മൾ ദൈവസഭയിൽ കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിനാണ് സഭ. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം, അങ്ങനെ ഉപദേശത്താൽ അഴഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അതുകൊണ്ട് സോളിഡായിട്ടുള്ള ഒരു സഭ അത്യാവശ്യമാണ്. ഉപദേശങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന, ആത്മനിറവുള്ള, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സഭ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസികളെല്ലാവരും ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അതിനാണ് സഭ. ഈ സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. ഉപദേശങ്ങളൊരു വലിയ വിഷയമാണ് കേട്ടോ. നമ്മളിന്ന് ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ്, ഇല്ലേ? ദുരുപദേശങ്ങളെ കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. വേദപുസ്തകം പോലും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്നൊക്കെ വലിയ വലിയ കാര്യം. ഉണർവ് ആരംഭിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 480 ദിവസമായി ഉണർവാ അവിടെ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഇതിങ്ങി വ്യാപിക്കും, ഇനി ഇത് നിൽക്കത്തില്ല, കർത്താവ് വരുന്നത് വരെ കാണും എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ നിൽക്കും, അതൊക്കെ കാര്യം.
അതിൻ്റെ പുറകെ നടക്കുന്നവരായ ആളുകൾ, ഉപദേശം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾ, ഉപദേശം പഠിപ്പിക്കാത്ത ആളുകൾ. ഉപദേശം പഠിപ്പിക്കാൻ ഒരു വേദപുസ്തകം പോലും കൊണ്ടുവരുന്നില്ലല്ലോ. വേദപുസ്തകം അവരുടെ കയ്യിൽ പോലും ഇല്ല, കയ്യിലുമില്ല, മനസ്സിലുമില്ല, ചിന്തയിലുമില്ല, പഠിപ്പിക്കുന്നുമില്ല, വായിക്കുന്നുമില്ല. അവിടെ ഓരോരുത്തരൊക്കെ കയറി നിന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നു. അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായമല്ല ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തന്നെ കർത്താവ് പ്രവർത്തിച്ചില്ലയോ? അതൊക്കെ ഞങ്ങളിലൂടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതും വചനമാണെന്ന് പറയുന്നവനൊക്കെ അവിടെ കയറി നിൽക്കുന്നത്. അങ്ങനെ ഉഴന്നഴലുന്ന കുഞ്ഞുങ്ങളായിരിക്കാതെ സഭയെ ഉപദേശത്തിൽ വളർത്തണം. കാര്യം കർത്താവ് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവാകുന്ന തലയോളം വളരണമെങ്കിൽ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ഉഴന്നഴലുന്നവർ ആകുവാൻ പാടില്ല. കർത്താവ് വരുന്നു. കർത്താവിൻ്റെ വരവിൽ കർത്താവ് നമ്മളെ ചേർക്കണമെങ്കിൽ നമ്മൾ ഉഴന്നഴലുന്ന ശിശുക്കളെ പോലെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ മാച്വർ ക്രിസ്ത്യൻസ് ആകണം, പക്വതയുള്ള വിശ്വാസികളാകണം. ഈ പക്വത നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ആ വചനം പഠിപ്പിക്കുന്ന കാര്യം വളരെ അത്യാവശ്യമാണ്. ഉപദേശത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം പാടില്ല. സഭയെ വചനത്തിൽ ഒരുക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. വചനത്തെ ഒരുക്കണം. വചനത്തിൽ സഭയെ ഒരുക്കണം. കാര്യം ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അടിസ്ഥാനം. ഞാൻ ആഫ്രിക്കയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? ആഫ്രിക്കയിലല്ല എവിടെയും ചോദിക്കേണ്ട കാര്യമാണ്. വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ക്രിസ്തു മൂലക്കല്ലാണ്, പക്ഷെ അടിസ്ഥാനം എന്താണ്? വചനമാണ്. ദ ഹോളി സ്ക്രിപ്ചർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഈ അടിസ്ഥാനം, ഈ ദൈവവചനം എന്താ പറയുന്നത്? ഇറ്റ് ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. കാര്യം വിശുദ്ധ ജീവിതം ജീവിക്കുന്നവനാ സ്വർഗത്തിൽ പോകുന്നത്. വിശുദ്ധ ജീവിതം ജീവിക്കുന്നവനാ സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, സ്വർഗം വളരെ വിശാലമാണ്. ചില ആളുകൾ പറയും എല്ലാവരും കൂടെ അങ്ങ് സ്വർഗത്തിൽ പോയാൽ അവിടെ സ്ഥലം കാണത്തില്ലല്ലോ എന്ന്. അതാരും പേടിക്കൊന്നും വേണ്ട. ഭൂമിയിലുള്ള എല്ലാവരും കൂടെ ചെന്നാലും സ്വർഗത്തിൽ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. അത് പേടിച്ചാരും എന്നാൽ പിന്നെ പോകുന്നില്ലെന്ന് ചിന്തിക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത്രയും വിശാലമായ സ്വർഗം അത് വിശുദ്ധ സ്വർഗമാണ്. വിശുദ്ധന്മാരെ മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ. അത് നമ്മൾ മറക്കരുത്. അപ്പം ഞാൻ പറയാറുള്ള കാര്യം, ഈ വിശാലമായ സ്വർഗം തരിശു കിടന്നാലും ഒരു അശുദ്ധനെ ഇതിവിടെ വെറുതെ കിടക്കുകയില്ലയോ, എന്നാൽ പിന്നെ 2-3 എണ്ണത്തിനെ വെറുതെ വലിച്ചു കയറ്റിയേക്കാമെന്ന് ദൈവം ചിന്തിക്കത്തില്ല. വിശാലമായ സ്വർഗം തരിശു കിടന്നാലും അശുദ്ധനെ അവിടെ പ്രവേശിപ്പിക്കത്തില്ല. ഒരു അശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ല എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഒരു അശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ ജീവിതം നമ്മൾ ജീവിക്കണമെങ്കിൽ, വിശുദ്ധ ജീവിതം എന്താണെന്ന് അറിഞ്ഞാലേ വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. ആ വിശുദ്ധ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദ ഹോളി സ്ക്രിപ്ചർ ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. പിന്നെ ആ ജീവിതം ജീവിക്കാൻ സ്വാഭാവികമായി നമുക്ക് ശക്തിയില്ല. അതുകൊണ്ട് മറ്റൊരു ഫൗണ്ടേഷനോടുണ്ട് ദൈവസഭയ്ക്ക്. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്ക്രിപ്ചർ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നു. വിശുദ്ധ ജീവിതം എന്താണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ആ വിശുദ്ധ ജീവിതം ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു. The Holy Scripture tells you what is holy life and the Holy Spirit help you to live a holy life. അതുകൊണ്ട് ആത്മനിറവുള്ളവരായിരിക്കണം നമ്മൾ. പരിശുദ്ധാത്മ നിയന്ത്രിതരായിരിക്കണം നമ്മൾ. അതറിയണമെങ്കിലും ദൈവവചനം വായിക്കണമല്ലോ. അടിസ്ഥാനം ദൈവവചനമാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. ചില പറയുന്നത് ജഡത്തിലല്ലയോ ബ്രദറെ നമ്മൾ ജീവിക്കുന്നത്. എന്നോട് ഒത്തിരി പേര് ജഡത്തിലല്ലയോ ബ്രദറെ നമ്മൾ ജീവിക്കുന്നത്. ജഡത്തിലല്ല ജീവിക്കുന്നത്, ശരീരത്തിലാണ് ജീവിക്കുന്നത്. ശരീരവും ജഡവും ഒന്നല്ല. വേദപുസ്തകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ജീവിക്കുന്നത് ശരീരത്തിലാണ്, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ജഡത്തിലല്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കുകയില്ല. കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ജഡത്തിലല്ലയോ ജീവിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ദൈവം അങ്ങ് കയറ്റിക്കോളൂ എന്ന് ചിന്തിക്കരുത്.
ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അതാണ് ഒരുക്കമെന്ന് പറയുന്നത്. വിശുദ്ധ ജീവിതത്തിനായുള്ള ഒരുക്കമാണ് ഹോളി സ്ക്രിപ്ചർ, ഹോളി സ്പിരിറ്റ്. ഇതെല്ലാം സഭയിൽ നിന്നാണ് നമുക്ക് ശരിക്കും ലഭിക്കുന്നത്. വേദപുസ്തകം നമുക്ക് വീട്ടിലിരുന്ന് വായിക്കാം, പഠിക്കാം. പക്ഷേ അടിസ്ഥാനപരമായ സഭയിൽ നിന്ന് ഇത് നമ്മൾ പഠിക്കണം. സഭയിൽ നിന്ന് അത് നമ്മൾ പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭയിൽ ആൾക്കാർ കൂടി വരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാമല്ലോ. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ഞാൻ വായിക്കുന്നില്ല. ആളുകൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, ആളുകളെല്ലാം ഓടിക്കൂടി. അത് കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെക്കുറിച്ചുള്ള കൃത്യമായ സുവിശേഷം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം, കർത്താവ് ഇത് കേട്ടിട്ട് അവൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടുപോയി. 37-ാമത്തെ വാക്യത്തിൽ, കുത്തുകൊണ്ടവരായി പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നറിയാമോ? ദ ഹോൾ ഗോസ്പൽ ഈ 3 ഒറ്റ വാക്യത്തിലുണ്ട് മുഴുവൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം നടക്കണം, അതിനുവേണ്ടി നിങ്ങൾ പാപം ഏറ്റുപറയണം, എന്നിട്ട് നിങ്ങൾ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം ഒറ്റ വാക്യത്തിനകത്തുണ്ട്. അവൻ്റെ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള 40-ാമത്തെ വാക്യത്തിൽ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. വേർപാടിൻ്റെ ഉപദേശവും പറഞ്ഞു. വേർപാടിൻ്റെ ഉപദേശവും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപം ഏറ്റുപറയണം, പാപമോചനം പ്രാപിക്കണം, യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അത് കർത്താവ് നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ പഴയതിലേക്ക് പോകരുത്. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അഥവാ സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. സേവ് യുവർ സെൽഫ്. അതായത് പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു, പക്ഷേ ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ തന്നെ രക്ഷിച്ചോണം. വേർപാടിൻ്റെ ഉപദേശം അതും കർത്താവ് പഠിപ്പിച്ചു. അതും പത്രോസ് പഠിപ്പിച്ചു. പത്രോസ് അത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ കാണുന്നറിയാമോ? അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് സ്നാനമേറ്റു. അവർ സഭയെ വരാൻ തുടങ്ങി. സഭയെ വന്നപ്പോൾ അവർ എന്തിനാ വന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതാണ് സഭ. സഭ വേണ്ടാന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അത് ഞാനും ദൈവവുമായിട്ട് തീർത്തു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊന്നുമല്ല. നീ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നവർ സഭയിലേക്ക് വരണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അതാ സഭയിൽ വരേണ്ടതിൻ്റെ ഒന്നാമത്തെ കാര്യം. സഭയിൽ അവർ വന്ന് ആദ്യം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ടീച്ചിങ്സ് അത് നമുക്ക് ലഭിക്കുന്നത് സഭയിൽ നിന്നാണ്. അതിനാണ് ദൈവം ശുശ്രൂഷകരെ സഭയിലാക്കിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും. കൂട്ടായ്മ, ഫെലോഷിപ്പ്, ഇതൊക്കെ ഒത്തിരി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന നല്ല കാര്യമാണ്. ഞാനൊരു പെങ്കൊച്ചിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് പെങ്കൊച്ച് പറഞ്ഞ്, ബാംഗ്ലൂരിലുള്ള, ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ഫെലോഷിപ്പാണ്. ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ഫെലോഷിപ്പാണ്. ഞാൻ ചോദിച്ചു, എന്തോ ഫെലോഷിപ്പ്? ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ടെന്ന്. ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ട്. ഭയങ്കര ഫെലോഷിപ്പാണ്. ഞങ്ങളുടെ സഭയിൽ എന്നും ഫെലോഷിപ്പുണ്ട്.
ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ട്. അതല്ല ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഫെലോ ഇൻ ദ ഷിപ്പ്, ഒരു ഷിപ്പിൽ ഒരേ കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അത് നമ്മൾ കാണുന്നത് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ക്രിസ്തു തല, നമ്മളൊക്കെ അവയവങ്ങൾ. നമുക്ക് തലയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെ മറ്റ് അവയവങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഞാൻ ചിലപ്പോൾ പറയും, എൻ്റെ കയ്യിലൊരു കൊതുക് വന്ന് കടിച്ചാൽ, ഇടത്തെ കയ്യെ വന്ന് കൊതുക് കടിച്ചാൽ ഞാൻ ഓടി ഭിത്തിയെ കൊണ്ടിടിക്കുകയല്ല, എൻ്റെ വലത്തെ കൈ ഉടനെ തന്നെ അതിനെ അടിക്കും. ഒരു കോർഡിനേഷനുണ്ട്. ഒരു മെമ്പറുടെ ആവശ്യം എന്താണോ അത് ആ അവയവം മറ്റേ അവയവം അത് മനസ്സിലാക്കി അത് പങ്കുവെക്കുന്നതാണ്. ആ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയുള്ള ബന്ധം സഭയിലെ വിശ്വാസികൾ തമ്മിലുണ്ടായിരിക്കണം. എൻ്റെ അടുത്തിരിക്കുന്ന വിശ്വാസിയുമായി എനിക്ക് അങ്ങനെ ബന്ധമുണ്ടായിരിക്കണം. അവരുടെ വേദന എന്താണ്, അവരുടെ പ്രയാസം എന്താണ്, അവരുടെ സങ്കടം എന്താണ്, അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ അറിയണം, അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം ഞാൻ അറിയണം, അവരുടെ വേദനകൾ അറിയണം. അറിഞ്ഞ് ഇടപഴകുന്നതാണ് ശരിക്കും ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഓക്കെ, അതെല്ലാം ഒത്തിരി വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിലൂടെയാണ് നടക്കുന്നത്. ആ സഭയെ നമ്മൾ ഒരുക്കണം. ദൈവജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ് സഭയുടെ ലക്ഷ്യം, ദൗത്യം എന്ന് പറയുന്നത്. ദൈവജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. എന്തിനാ സഭ? സ്വർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത്. സ്വർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ. കാര്യം നമ്മൾ സ്വർഗത്തിലൂടെ പോകല്ലേ. പോകുന്നതിന് ഞാൻ പറഞ്ഞത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ജീവിക്കുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കും, അത് വേറെ കാര്യം. പക്ഷേ വേറെ കാര്യമുണ്ട്, എന്നാലും അത് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അത് പ്രാക്ടീസ് ചെയ്യാൻ തന്നിരിക്കുന്ന കാര്യമാണ് സഭ എന്ന് പറയുന്നത്, സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ സ്പേസ് ട്രാവലേഴ്സൊക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി നമ്മളുടെ കൽപ്പന ചൗള, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഹു വാസ് ഗോയിങ് ടു ദ സ്പേസിലേക്ക് പോയ കൽപ്പന ചൗളയെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോൾ എങ്ങനെയാ അവളെ എന്താ ചെയ്തത്? ISROയിൽ നിന്ന് ഞാനങ്ങ് പറയുക, ISRO എന്നൊരു ഫോൺ കോൾ വരിക കൽപ്പന ചൗളയ്ക്ക്. കൽപ്പന, ഞങ്ങൾ നിന്നെ സ്പേസിലേക്ക് വിടാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്കാണ് സ്പേസിലേക്ക് പോകുന്ന ഷട്ടിൽ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ട് 8:30 മുമ്പ് ISROയുടെ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുമോ? ഇല്ല. എന്നറിയാമോ? സ്പേസിലേക്ക് പോകണമെങ്കിൽ സ്പേസിൽ ചെന്നാൽ എങ്ങനെയാണോ അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ശൂന്യാകാശത്ത് ചെന്ന് ഇവിടെ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല. അവിടെ ഭാരമില്ല, അവിടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും എങ്ങനെ സ്പേസിൽ നമ്മൾ ഇടപെടണമെന്നുള്ളത് സ്പേസിൻ്റെ ശൂന്യാകാശത്തിൻ്റെ ഒരു സ്റ്റേജ് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അത് പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. എന്നിട്ടേ ഷട്ടിലെ കയറ്റി മുകളിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതുപോലെ നമ്മളെ സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ഭൂമിയിലാക്കിയിരിക്കുക, സഭയിലാക്കിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? സഭയിൽ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് ശേഷമുള്ള ആ നിത്യതയിൽ നമ്മൾ വാഴുന്ന ആ അവസ്ഥ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം സഭയെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എഫെസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ 2-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സ്വർഗത്തിൽ ഇരുത്തുമെന്നല്ല പറയുന്നത്, ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ല, പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ തന്നെ നമ്മൾ സ്വർഗത്തിലാണ്.
സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ എവിടെ പറ്റുള്ളൂ? നമുക്ക് ലോകത്തിൽ ലോകത്തെ നോക്കി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സഭയിൽ വന്നു കഴിഞ്ഞാൽ എന്താ കാണേണ്ടത്? ദ ചേർച്ച് ഈസ് എ കോൺസുലേറ്റ് ഓഫ് ഹെവൻ എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ അമേരിക്കൻ എംബസിയിൽ ചെന്ന് അല്ലെങ്കിൽ കോൺസുലേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇന്ത്യയിൽ അമേരിക്കൻ എംബസിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ, എംബസിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അമേരിക്കയിലെ പോലെ അവരുടെ സിസ്റ്റമാണ്. അവിടെ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ടാൻസാനിയയിൽ ഇന്ത്യൻ എംബസിയിൽ കയറി കഴിഞ്ഞാൽ ടാൻസാനിയയിലെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമല്ല, ഇന്ത്യയുടെ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്നതുപോലെ ടാൻസാനിയയിലാണ് ഇന്ത്യൻ എംബസി എങ്കിലും ടാൻസാനിയയിലെ കാര്യങ്ങളല്ല ഫോളോ ചെയ്യുന്നത്, പ്രത്യുത ഇന്ത്യയിലെ കാര്യങ്ങളാണ്, ഇന്ത്യയിലെ പോലെയാണ് കാര്യങ്ങൾ. എന്നതുപോലെ നമ്മൾ ചർച്ചിലേക്ക് വന്നു കഴിയുമ്പോൾ, ചർച്ച് ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ സിസ്റ്റമല്ല ഈ ചർച്ചിനകത്ത്, സ്വർഗത്തിൻ്റെ സിസ്റ്റമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ കോൺസുലേറ്റ് ഓഫ് ഹെവൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഷുഡ് ബി എ കോൺസുലേറ്റ് ഓഫ് ഹെവൻ. പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വർഗം അയാൾ കാണണം, സ്വർഗം ദർശിക്കണം, സ്വർഗത്തിൻ്റെ സിസ്റ്റം ദർശിക്കണം. ഞാൻ 50 വർഷം ആയി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. 50 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഒരു ചർച്ച് എന്നൊന്നും പറയാനില്ല, അവിടെ കൂട്ടായ്മ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങളുടെ കുടിയന്നൂർ സഭയിൽ പെന്തിക്കോസ്റ്റൽ ചർച്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയത്തുപോലും ഇല്ലായിരുന്നു പെന്തിക്കോസ്റ്റുകാരെന്നെ ആരാന്നുള്ളത് പോലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 12 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ അവിടെ കുറച്ച് പേർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചത് കൊണ്ട് ഞാനൊരു മീറ്റിങ്ങിന് പോകാമെന്ന് ചിന്തിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കസേരയും ഇല്ല, പാസ്റ്റർ പോലും നിലത്തായിരിക്കുന്നത്. അന്നത്തെ സിസ്റ്റമല്ല അത്. ഈ പാസ്റ്ററുടെ വീടിൻ്റെ വരാന്തയിലാണ്, അല്ലാതെ കെട്ടിടമൊന്നുമില്ല. അപ്പോൾ ഞാനും അവിടെ ചെന്ന് മുട്ടുമടക്കി ഇരിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാനൊന്ന് നോക്കി. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അവരെല്ലാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി. ഭയങ്കര ഗോഡ്ലി പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്തു, ദൈവസാന്നിധ്യം. ഞാൻ എന്നെ നോക്കി, ഞാൻ മാത്രം ഒരു പാപി, ബാക്കിയുള്ളവരെല്ലാം വിശുദ്ധന്മാർ, ദൈവത്തെ എൻജോയ് ചെയ്യുന്നു. ഒരു പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് ദൈവത്തെ എൻജോയ് ചെയ്യുക. മുട്ടുമടക്കി ഇരുന്ന ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, പുറത്തുപോയി. എനിക്കവിടെ ഇരിക്കാൻ ഞാൻ മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നിയതല്ല, അത് കറക്റ്റാണ്. എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തു പോയിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് രാത്രിയാണ്, ഞാൻ മാറത്തടിച്ച് നിലവിളിച്ചു, ദൈവമേ ഞാനൊരു പാപിയാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കാര്യം ആ സഭയെന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ വീടിൻ്റെ വരാന്തയിൽ ഞാൻ സ്വർഗം കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ സഭയിലേക്ക് ഒരു പാപിയായ മനുഷ്യൻ കടന്നു വന്നാൽ ദൈവ സാന്നിധ്യം കാണണം, ദൈവത്തെ കാണണം. ഒരു പരിധി വരെ അവൻ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകണം. ഇരിക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് തീക്കകത്ത് വന്ന് നിൽക്കുന്നത് പോലെ അവൻ്റെ പാപം ഏറ്റുപറയുന്ന, പൊട്ടിക്കരയുന്ന ഒരവസ്ഥ ഉണ്ടാകണം. എന്നോട് നീ പാപിയാണെന്നുള്ള പ്രസംഗം കേട്ടിട്ടല്ല ഞാൻ പൊട്ടിക്കരഞ്ഞത്, ദൈവ സാന്നിധ്യം കണ്ടു പൊട്ടിക്കരഞ്ഞതാ. ഞാൻ ഒരു പാപിയാണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടക്കാൻ കഴിയാതെ. യെശയ്യാവിന് ദർശനം ഉണ്ടാകുമ്പോൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് അലറി കരഞ്ഞു പറഞ്ഞതുപോലെ ദൈവത്തെ കണ്ടതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ദൈവ സാന്നിധ്യം ഞാൻ കണ്ടു. അപ്പോൾ ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം. സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ്. ഇവിടെ നമ്മൾ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം. ഒരു സഭയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാണെന്ന് പറഞ്ഞത്, വി നീഡ് ടു ഫ്ലൈ ടു ഹെവൻ, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ടു ഹെവൻ, ഫ്ലൈയിങ് ലെസൺസ് ആർ ഗിവൺ ഹിയർ എന്ന്. നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോകണം. അവിടെ പറന്നു പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറന്നു പോകാനുള്ള ഫ്ലൈയിങ് ലെസൺസ് ഇവിടെ കൊടുക്കുന്നതാണെന്ന്. അതാണ് വാസ്തവത്തിൽ സഭ, സ്വർഗത്തിലേക്ക് മനുഷ്യനെ കയറ്റുന്നതായ സഭ.
അതാണ് ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭയെ അതിനുവേണ്ടി ഒരുക്കണം, സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. ഇനി അടുത്ത സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തികൾ ഒരുങ്ങണം, വിശുദ്ധിയിൽ ഒരുങ്ങണം, കുടുംബത്തെ ഒരുക്കണം, സഭയെ ഒരുക്കണം, സഭയെ വിശുദ്ധിയിൽ ഒരുക്കണം. എന്നാൽ അതേപോലെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം. കണ്ണെന്നറിയാമോ, കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അതുകൊണ്ട് കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് ചെന്ന് യേശുവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് പ്രസംഗിച്ച് സുവിശേഷം അറിയിക്കണം. സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം, സഭയെ വിശുദ്ധിയിൽ ഒരുക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. എന്നാൽ കർത്താവിൻ്റെ സഭയെ അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരുക്കമാണ് നമ്മൾ പറഞ്ഞതല്ല. ഇൻറ്റേർണലി നമ്മളെ ശരിയായ ഉപദേശങ്ങളിൽ പഠിപ്പിക്കണം, എല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. ദൈവസഭയിലെ പല ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ അതേപോലെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നമ്മുടെ സഭയെ നമ്മൾ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിൻ്റെ ഒരു കാരണം അതാ. കാരണം കൂടുതൽ ആളുകൾ കർത്താവിനെ അറിയണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ അന്ത്യകൽപ്പന തന്നെ എന്താ? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളതിന് യാതൊരു രീതിയിലും ഒരു മുടക്കം വരുത്താനായിട്ട് പറ്റില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും. അപ്പോൾ കർത്താവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നതാണ്, നിങ്ങൾ പുറപ്പെട്ട്, ഓൾ ദി അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൺ അൺടു മീ, സോ യു ഗോ. എനിക്ക് അധികാരം, സകല സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട്, ഗോ യീ ദെയർഫോർ. യേശു ക്രിസ്തുവിന്, ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കാൻ നമുക്ക് സമയമില്ല, യേശു ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ഹി ഹാസ് റിസൺ ഫ്രം ദ ഡെഡ്. മരണത്തിൻ്റെ മേലുള്ള അധികാരമുണ്ട്, പാപത്തിൻ്റെ മേലുള്ള അധികാരമുണ്ട്, മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട്, വീണ്ടെടുക്കുവാനുള്ള അധികാരമുണ്ട്. സകല അധികാരവും യേശു കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, എന്താ അതിൻ്റെ അർത്ഥം? ഈ അധികാരം ഞാനിപ്പം നിങ്ങൾക്ക് തരിക. നമ്മൾ പോകുന്നത് നമ്മുടെ പേരിലല്ല, അധികാരം പ്രാപിച്ച യേശുവിൻ്റെ പേരിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, ഗോ ആൻഡ് പ്രീച്ച് ആൻഡ് ബാപ്റ്റൈസ് ദ പീപ്പിൾ ഹൂ ബിലീവ്. വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുക. തന്നെയല്ല, സ്നാനമേൽപ്പിച്ച് അടുത്തത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ വി നീഡ് ടു പ്രീച്ച് ഔട്ട്സൈഡ്. നമ്മൾ പോയി പ്രസംഗിക്കുക. പോയി പ്രസംഗിച്ചാൽ ആളുകൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി സഭയിൽ കൊണ്ടുവരിക. സഭയിൽ വന്നാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടീച്ച് എവറിഥിങ് ദാറ്റ് ഐ ഹാവ് കമാൻഡഡ് യു. പ്രീച്ചിങ് ഔട്ട്സൈഡ്, ടീച്ചിങ് ഇൻസൈഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ജനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് അത് പ്രമാണിക്കുവാൻ. ശിഷ്യൻ്റെ പ്രത്യേകത അതാണ്. വിശ്വാസി വിശ്വസിക്കുകയാണ്, പക്ഷേ ശിഷ്യൻ പ്രമാണിക്കുകയാണ്. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. വി നീഡ് ടു പ്രീച്ച് ഔട്ട്സൈഡ്, അത് ഒന്നാമത്തെ കാര്യം. ആൻഡ് ടീച്ച് ഇൻസൈഡ്. കാരണം അകത്തു വന്നവരെയും അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കാനല്ല, അവരെ ശിഷ്യരാക്കണം. യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് വന്നവരെ അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നുമില്ല. പ്രത്യുത വീണ്ടും എന്തു വേണം? കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ.
എല്ലാ സുവിശേഷങ്ങളിലും അത് പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിലും അത് തന്നെ. ഞാൻ വാക്യങ്ങൾ മാത്രം അങ്ങ് വായിക്കുകയാണ്. 16-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി, ഗോ, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അതിനുവേണ്ടി ജനങ്ങളെ ഒരുക്കണം. കർത്താവ് വരുന്നു. കർത്താവ് ഉയിർത്തെഴുന്നേറ്റ ശേഷം പറയുന്ന കാര്യങ്ങളാണിത്. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഞാനിപ്പോൾ പോവുക, പോയാൽ ഞാൻ വരും. വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തോ ചെയ്തോണം, ജനങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം, ജനങ്ങളോട് സുവിശേഷം പറയണം, പോയി പ്രസംഗിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് പ്രസംഗം നടക്കണം. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് കേട്ടിട്ട് 20-ാമത്തെ വാക്യത്തിൽ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അവരനുസരിച്ചു, അവരെല്ലായിടത്തും പ്രസംഗിച്ചു. ഇത് നമ്മുടെ സഭയിൽ നടക്കണം. നമ്മുടെ സഭയിലുള്ളവർ പോയി പ്രസംഗിക്കണം. ഗോ ആൻഡ് പ്രീച്ച്. നമ്മൾ പോയി പ്രസംഗിക്കണം. കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ പോവുകയാ, പക്ഷെ ഞാൻ വരും. വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കണം, അവരോട് പോയി പ്രസംഗിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇതേ വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 44 മുതലുള്ള വാക്യങ്ങളിൽ മൊത്തമായിട്ട് നിങ്ങൾ വായിക്കുക. 46 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. പോയി പ്രസംഗിക്കാൻ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ പോയി പ്രസംഗിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും അതുതന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമോചനത്തിനുള്ള അവകാശം നമുക്കുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ പോയി പറഞ്ഞില്ലെങ്കിൽ അവരുടെ പാപം അവിടെ നിൽക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ പാരമ്പര്യ സഭകൾ പറയുന്നത് പോലെ പാപമോചനത്തിനുള്ള അധികാരം പുരോഹിതന്മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. എന്ത്? പോയി പറഞ്ഞാൽ. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. നമ്മൾ പോയി പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് എന്ത് ചെയ്യണം? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ 40 നാളോളം യേശു അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് 8-ാം വാക്യത്തിൽ പെട്ടെന്ന് ഞാനങ്ങ് വായിക്കുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഞാൻ ചിലപ്പം ആൾക്കാരോട് പറയുമ്പോഴത്തേക്ക് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, ഇപ്പം പോയി പരസ്യോധന പ്രസംഗിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറയും. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന നല്ല കാര്യമാണ്, തിയോളജി പഠിക്കുന്നത് നല്ലതാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിൾ സ്കൂളിൽ പഠിക്കാത്തവനും സാക്ഷിയാകാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, എന്തിനുള്ള ശക്തി? ശക്തി 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 എന്ന് പറഞ്ഞ് കിടന്ന് തുള്ളാനുള്ള ശക്തി ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷിയാകും. ഈ തുള്ളുന്ന ശക്തിയെക്കുറിച്ചും താഴെ വീഴുന്ന ശക്തിയും, ശക്തി തൊടുമ്പം നേരെ എടുത്തടിച്ച് താഴെ വീഴുക, ഛർദ്ദിക്കുക, അത് പിടിക്കുക, ഇതൊക്കെയാണല്ലോ ശക്തി എന്ന് നമ്മൾ പറയുന്നത്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഛർദ്ദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. സാക്ഷിയാകാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അല്ലാതെ തള്ളി താഴെ ഇടുന്ന ശക്തിയല്ല. അതല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാക്ഷിയാകുവാനുള്ള ശക്തിയാണ്. യു ഷാൽ ബി മൈ വിറ്റ്നസസ്. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചാൽ നിങ്ങൾക്ക് സാക്ഷിയാകാൻ പറ്റും. നിങ്ങൾ തിയോളജി പഠിക്കുന്നത് നല്ലതൊക്കെയാണ്, പക്ഷെ പഠിച്ചില്ലെന്ന് പറഞ്ഞ് പേടിയൊക്കെയുള്ള കാര്യമില്ല. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ സാക്ഷിയാകുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഒരിക്കലും ഡോക്ടർ വണ്ടി ഓടിച്ച് പോകുന്ന കൂട്ടത്തിൽ വഴിയിൽ ഒരു പട്ടി കിടക്കുന്നു. ഹോണൊക്കെ അടിച്ച് നോക്കിയിട്ട് ഹോൺ അടിച്ചിട്ടും പട്ടി മാറുന്നില്ല. ഇങ്ങേർക്ക് കരുണ തോന്നി. ഇങ്ങേര് പുറത്തിറങ്ങി ഈ പട്ടിയെ എടുത്ത് ബാക്ക് സീറ്റിലിട്ട് വീട്ടിൽ വന്നു. നോക്കിയപ്പോൾ അതിൻ്റെ കാലൊടിഞ്ഞ് കിടക്കുക. ഏതോ വണ്ടി കയറിയതാ. അവിടെ കൊണ്ടുപോയി ഈ ഡോക്ടർ ഈ പട്ടിയെ ട്രീറ്റ് ചെയ്ത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പെരിയെ നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിനകത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പട്ടി ഈ ഡോക്ടറുമായിട്ട് അങ്ങ് ഒത്തിരി അങ്ങ് അടുത്തു. ഡോക്ടർ പോയി പത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അടുത്ത് ചെന്ന് ഇങ്ങനെ നിൽക്കും. ഡോക്ടർ ഇതിനെ തലോടും. അങ്ങനെ നല്ല ക്ലോസായി. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഡോക്ടർ എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോഴെല്ലാം പട്ടി അടുത്തുണ്ട്. ഭയങ്കര ക്ലോസായി. പക്ഷെ ഒരു ദിവസം ഡോക്ടർ എണീറ്റ് പത്രം വായിക്കാൻ നോക്കിയപ്പോൾ പട്ടിയെ കാണുന്നില്ല. ഡോക്ടർ ചിന്തിച്ചു, എവിടെ പോയി ഈ പട്ടി? എവിടെയെങ്കിലും പോയതായിരിക്കും, എന്തുവാ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ദൂരേന്ന് ഈ പട്ടി നടന്നു വരുന്നു. നോക്കിയപ്പം അതിൻ്റെ പുറകിൽ ഒരു പട്ടി ഞൊണ്ടി വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ പട്ടി പുറത്തു പോയി നോക്കിയപ്പോൾ ഒരു പട്ടിയുടെ കാലൊടിഞ്ഞ് കിടക്കുക. ഈ പട്ടി മറ്റേ പട്ടിയോട് പറഞ്ഞു, അയ്യോ സഹോദരാ, നിൻ്റെ കാലൊടിഞ്ഞു. കാലൊടിഞ്ഞു, കണ്ടില്ലേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. സാരമില്ല, ഇതിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനും ഒരിക്കൽ കാലൊടിഞ്ഞ് കിടന്നതാ, പക്ഷേ ആ ഡോക്ടർ എന്നെ ചികിത്സിച്ചു. അത് നീ കാശുകാരനായതുകൊണ്ടായിരിക്കും അയാൾ ചികിത്സിച്ചു. എനിക്ക് കാശൊന്നുമില്ല, അതുകൊണ്ട് എന്നെ ചികിത്സിക്കാനൊന്നും ഒരു ഡോക്ടറും വരത്തില്ല. അയ്യോ അങ്ങനല്ല, ഈ ഡോക്ടർക്ക് പൈസയൊന്നും കൊടുക്കണ്ട. എന്നാ ചോദിച്ചു, പൈസ ഒന്നും കൊടുക്കണ്ടേ? വേണ്ട, ആ ഡോക്ടർ ഇത് ചെയ്യും. എത്ര നാളെടുക്കും? 3 ആഴ്ച കൊണ്ട് എൻ്റെ കാര്യം ശരിയായി. ഞാൻ വരുന്നില്ല. അതെന്താ? 3 ആഴ്ച പട്ടിണി കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ പറഞ്ഞു, നീ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. പിന്നെ എങ്ങനെ? നിനക്ക് കഴിക്കാനുള്ളതെല്ലാം ഡോക്ടർ തരും, നിന്നെ ചികിത്സിക്കുകയും ചെയ്യും, കഴിക്കാനുള്ളതും തരും. ആണോ? ഞാൻ അങ്ങനെയായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യുക, ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഈ കാലൊടിഞ്ഞ് കിടക്കുന്ന പട്ടിയെ ഞൊണ്ടി അത് പുറകെ കൊണ്ടുവരിക. ഇതാ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ. സാക്ഷിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജി ഒന്നും പറയണ്ട. സാക്ഷിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരോട് പറയുക, അത്രയേ ഉള്ളൂ. അതാണ് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സാക്ഷിയാവുക. അത് ഈ പട്ടി ചെന്ന് കളിയാക്കിയൊന്നും ഇടപെടുകയൊന്നും അല്ലല്ലോ. കിടക്കുക കാലൊടിഞ്ഞേച്ച്, എടാ സൂക്ഷിച്ച് നടക്കണം എന്നുവല്ലം പറഞ്ഞോ? ഇല്ല. അവൻ ചെന്ന് പറയുന്നത്, ഞാനും ഇങ്ങനെ ആയിരുന്നു. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ജയിലിൽ, പ്രിസണിൽ, ഇവിടെ അല്ല പുറം രാജ്യങ്ങളിലൊക്കെ ചാപ്ലൈൻസ് ഉണ്ട്. ഈ ചാപ്ലൈൻസ് ചെന്ന് തടവുകാരോട് സുവിശേഷം അറിയിക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സിക്യൂഷനൊക്കെ നടക്കേണ്ട ആൾക്കാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് പോയി സുവിശേഷം പറയണമെന്ന്. അത് ഇവർക്ക് പൈസ അതിനുവേണ്ടി കൊടുത്തിരിക്കുകയാണ്, ചാപ്ലൈൻസാണ്. അപ്പം ഒരു കൊലയാളിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന് ശിക്ഷ വിധിച്ചു. അവൻ ജയിലിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവൻ്റെ അടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് ചാപ്ലൈൻ പോയി പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നൊന്നുമില്ല. അപ്പം ഈ ചാപ്ലൈൻ്റെ ഒരു അറ്റൻഡൻ്റ് ഉണ്ട്. അയാൾ ചാപ്ലൈനോട് പറഞ്ഞു, സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ തിയോളജിയിൽ PhD ഉള്ള പാർട്ടിയാണ്, ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, പിന്നാണോ നീ പറയുന്നത്? ഇല്ല, ഞാനൊന്ന് പറയട്ടെ. എന്നാൽ പോയി പറ എന്ന് പറഞ്ഞ് ഇയാൾ പോയി സുവിശേഷം പറഞ്ഞു. അയാൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, എന്ത് മാജിക്കാടാ നീ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല സാറേ. നീ എന്തോ പറഞ്ഞത്? അല്ല സാറ് ചെന്നപ്പോൾ എന്താ പറഞ്ഞ്? ഞാൻ പറഞ്ഞു, നീ ഒരു പാപിയാ, നീ നരകത്തിൽ പോകും.
ഇതാ ഞാൻ പറഞ്ഞത്, നീ എന്നാ പറഞ്ഞതല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ്, അറ്റൻഡർ പറഞ്ഞ്, സാറേ ഞാൻ അങ്ങനല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാനും നിന്നെ പോലൊരു പാപിയായിരുന്നു, നമ്മളെല്ലാം പാപികളാ, നമ്മൾ വി എന്നാ ഇയാൾ പറഞ്ഞത്, യു എന്നാ ചാപ്ലൈൻ പറഞ്ഞത്, വി എന്നാണ് ഇയാൾ പറഞ്ഞത്. വി വെർ ഓൾ സിന്നേഴ്സ്. കമ്പാഷനറ്റ് ആയാലേ സാക്ഷിയാകാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ മാറി നിന്ന് നീ എന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെയല്ല. ബി കമ്പാഷനറ്റ്, സാക്ഷിയാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. അതിന് വലിയൊരു പാഷൻ ആവശ്യമുണ്ട്. അതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. കർത്താവിൻ്റെ വരവിന് മുമ്പ് കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ ചെറിയ പ്രായം മുതൽ സുവിശേഷ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. അന്ന് സഭകളെല്ലാം ഇതുപോലെ സുവിശേഷ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്ന സഭകളുമായിരുന്നു. അല്ലാതെ എൻ്റെ പ്രത്യേകത കൊണ്ടല്ല, എൻ്റെ സഭ അങ്ങനൊരു സഭയായിരുന്നു, എൻ്റെ പാസ്റ്റർ അങ്ങനൊരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം എന്നെ 13 വയസ്സുള്ളപ്പോൾ എന്നെ പരസ്യയോഗത്തിൽ പ്രസംഗിപ്പിച്ചത്, 12 വയസ്സുള്ളപ്പോൾ തന്നെ, 13 വയസ്സുള്ളപ്പോൾ കൺവെൻഷനിൽ പ്രസംഗിപ്പിച്ചതൊക്കെ എൻ്റെ പാസ്റ്ററാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പോൾ അന്നൊക്കെ സഭകൾക്കെല്ലാം ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ ഗ്രാമത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ വീടുകളെല്ലാം കയറി ഇറങ്ങുമായിരുന്നു, പരസ്യങ്ങൾ നടത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, അങ്ങനെ ഒരു പാഷൻ പലപ്പോഴും സഭകൾക്കുമില്ല. ഞാൻ ശ്രീലങ്കയിൽ ആയിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്, ആദ്യം പോയത്. പിന്നെ ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ചെറിയ പ്രായം ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം സുവിശേഷ പ്രവർത്തനങ്ങൾ നിൻ്റെ സഭയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് അതാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാനത് കഴിഞ്ഞിട്ട് വന്ന് മാത്യുവിനോട് അത് ഷെയർ ചെയ്യുകയും ചെയ്തതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ, എവ്രി വൺ എവ്രിവെയർ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ദൈവം അത് കൽപ്പിക്കുക. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ കൽപ്പന, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പക്ഷെ മാനസാന്തരപ്പെടണം എന്ന് അവർ കേട്ടിട്ട് പോലുമില്ല, അവർക്കറിയില്ല. അതുകൊണ്ട് നിൻ്റെ ചുമതല, സഭയുടെ ചുമതല, നീ ചെന്ന് പറ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും പോകണം. ഗോ എവ്രിവെയർ, എവ്രി വൺ എവ്രിവെയർ, എല്ലായിടത്തും എല്ലാവരും. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടക്കണം. ഇന്ന് ഞാനിത് പറയുമ്പോൾ കർത്താവ് വരാൻ പോകുകയാ. അതിനുവേണ്ടി സുവിശേഷീകരണത്തിന് നിങ്ങളെയും ഒരുക്കാനാണ് ഞാനിത് പറയുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് എന്നോട് കർത്താവ് പറയുക, ദാറ്റ് ഈസ് മൈ കമാൻഡ്മെൻറ്റ്. ആൻഡ് വാട്ട് യു ഷാൽ ഡു, യു ഗോ. നീ പോവും. ആരാ പോകേണ്ടത്? പാസ്റ്റർമാർ പോകാന്നുള്ളതല്ല, അച്ഛന്മാർ പോകാനുള്ളതല്ല. അവരൊക്കെ പൊക്കോട്ടെ, അവരും പോകണം. എല്ലാവരും സാക്ഷിയാകുമെന്നാണ് പറയുന്നത്. ചിലരെ അവൻ അപ്പോസ്തലന്മാരായി വിളിച്ചു, ചിലരെ പ്രവാചകന്മാരായിട്ട് വിളിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള സ്പെഷ്യൽ കോളിംഗ് ഇല്ലാത്തവരും സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ കോളൊന്നും ആവശ്യമില്ല. എല്ലാവരും, നീ ജോലി ചെയ്യുന്നുണ്ടോ, ചെയ്തോ, പക്ഷേ എവ്രി വൺ എവ്രിവെയർ ഷുഡ് റിസീവ് ജീസസ്. എല്ലായിടത്തും എല്ലാവരും ദേ ഷുഡ് റിപ്പൻറ്റ്. എവ്രി വൺ. ആരാ പോകേണ്ടത്? മിഷണറിമാർ പോട്ടെ എന്നാണോ? അതെ, മിഷണറിമാരാ, പക്ഷേ എല്ലാവരും മിഷണറിമാരാ. എവ്രി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ഒരു ഫ്രേസാണ്, എവ്രി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ക്രിസ്തു ഉള്ള എല്ലാവരും മിഷണറിമാരാ. എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാനൊരു മിഷണറിയാണ്. ഏതാണ് എൻ്റെ മിഷൻ ഫീൽഡ്? ആഫ്രിക്ക ഒരു മിഷൻ ഫീൽഡാണ്, ഇന്ത്യ ഒരു മിഷൻ ഫീൽഡാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെ വിദൂര സ്ഥലങ്ങൾ മാത്രമല്ല. എന്താണ് മിഷൻ ഫീൽഡ്? എവ്രി വൺ വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്.
എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ക്രിസ്തു ഉള്ള എല്ലാവരും മിഷണറിമാരാണ്. നിന്റെ മിഷൻ ഫീൽഡ് ഏതാ? ക്രിസ്തു ഇല്ലാത്തവരെല്ലാം നിന്റെ മിഷൻ ഫീൽഡാണ്. അത് ചിലപ്പോൾ നിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. നിന്റെ മക്കൾ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ നിന്റെ മക്കള് ഒരു മിഷൻ ഫീൽഡാണ്. നിന്റെ കസിൻസ് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ അവരൊരു മിഷൻ ഫീൽഡാണ്. നിന്റെ അയൽവക്കക്കാരൻ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ അവനൊരു മിഷൻ ഫീൽഡാണ്. നിന്റെ ഗ്രാമക്കാർ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ അതൊരു മിഷൻ ഫീൽഡാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് മുമ്പ് സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നിങ്ങളും ഒരുങ്ങണം, ഞാനും ഒരുങ്ങണം, നമ്മളെല്ലാം ഒരുങ്ങണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയണം, ഐ എം എ മിഷണറി ബിക്കോസ് ഐ ഹാവ് ക്രൈസ്റ്റ്. ക്രിസ്തു ഉള്ളത് കൊണ്ട് ഞാനൊരു മിഷണറിയാണ്. എവ്രി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ഒന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു മിഷണറിയാണ്. ഒന്ന് പറഞ്ഞേ. യെസ്, ഞാനൊരു മിഷണറിയാണ്. അതെ, ഞാൻ കർത്താവിനെ മറ്റുള്ളവരോട് അറിയിക്കണം. ആരോട്? ക്രിസ്തു ഇല്ലാത്ത എല്ലാവരും ഒരു മിഷണറിയാണ്. അതെൻ്റെ വീട്ടിലായിരിക്കാം. എൻ്റെ മിഷൻ ഫീൽഡ് ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും. ഇച്ചിലൂടെ കടത്തി പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സഭയായിരിക്കും മിഷൻ ഫീൽഡ്. കാര്യം സഭയിലും ഇന്ന് രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വർഷം തൃശ്ശൂരൊരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സായിച്ചായ 15 കൊല്ലം മുമ്പ് സായിച്ചാൻ ഇവിടെ തൃശ്ശൂർ ഞങ്ങളുടെ സഭയെ വന്ന് പ്രസംഗിച്ചു. അന്ന് സായിച്ചാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ചിലപ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ സുവിശേഷ പ്രസംഗം നടത്തേണ്ടത് സഭകളിലായിരിക്കുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പോൾ 15 വർഷമായി സായിച്ചായ. ഇന്നിപ്പോൾ അത് വളരെ കറക്റ്റാണ്. ഇന്നിപ്പം സഭയ്ക്കകത്ത് സുവിശേഷ പ്രസംഗം നടത്തേണ്ട കാലഘട്ടം വന്നിരിക്കുകയാണ്. കാര്യം വീണ്ടും ജനിക്കാത്തവർ സഭയ്ക്കുള്ളിലുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും വീണ്ടും ജനിച്ചവരല്ല. നമ്മുടെ സഭകളിൽ തന്നെ പലരും വീണ്ടും ജനിച്ചവരല്ല. ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനാനുഭവം പ്രാപിക്കാത്ത ആളുകൾ, ക്രിസ്തു ഉള്ളിൽ വസിക്കാത്തവർ. Everyone with Christ is a missionary. Everyone without Christ is the mission field, even if he is inside the church. സഭയ്ക്കുള്ളിലാണെങ്കിൽ പോലും തീർച്ചയായും ആ രീതിയിൽ നമ്മൾ മിഷനറിമാരാകണം. കാരണം കർത്താവ് വരിക. കർത്താവ് വരുമ്പോൾ നമ്മൾ ജനങ്ങളെ ഒരുക്കണം. ഒരു കതിരെങ്കിലും നമ്മളങ്ങ് കൊണ്ട് കൊടുക്കണം. ചിലരെയെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി നേടണം. അത് വളരെ അത്യാവശ്യമാണ്. വിറ്റ്നസിംഗ് എന്ന് പറയുന്നത് ഒരു സഭയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോസ്തല പ്രവൃത്തി തന്നെ അതിൻ്റെ 8-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിൽ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോൾ അപ്പോസ്തോലന്മാർ പോയില്ല, അവർ യെരുശലേമിൽ തന്നെ നിന്നു. ചിതറിപ്പോയവരാരാ? ബാക്കിയുള്ള എല്ലാവരും സാധാരണ വിശ്വാസികൾ ചിതറിപ്പോയി. 4-ാം വാക്യത്തിൽ പറയുന്നതെന്നറിയാമോ? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അവർ അപ്പോസ്തോലന്മാരല്ല, പക്ഷേ ചിതറിപ്പോയ വിശ്വാസികൾ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിക്കണം. അതാരാണ്? അതിനുവേണ്ടി വിളിക്കപ്പെട്ട പ്രത്യേകമായ നിയോഗം ലഭിച്ച് അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയവർ മാത്രമൊന്നുമല്ല. ചിതറിപ്പോയവർ അവർ സാധാരണ വിശ്വാസികളാണ്. ദേ ആർ നോർമൽ ബിലീവേഴ്സ്, ബട്ട് ദേ വെർ ഷെയറിങ് ഗോസ്പൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുവിശേഷകരാകണം. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം സുവിശേഷം അറിയിക്കണം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനോട് മാത്രമല്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, അവർ യഹൂദന്മാരോട് അല്ലാതെ വേറെ ആരോടും സുവിശേഷം പറഞ്ഞില്ല, യഹൂദന്മാരോട് മാത്രം. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ കാണുന്നതെന്നറിയാമോ? ഞാൻ വായിക്കുന്നില്ല, നമുക്കറിയാം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വിജാതീയരോട് പത്രോസ് സുവിശേഷം അറിയിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. വിജാതീയരോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ ആരോടാണ് സുവിശേഷം അറിയിക്കേണ്ടത്? എല്ലാവരോടും. യഹൂദന്മാരോട് പറയണം, മർത്തോമാക്കാരോട് പറയണം, കത്തോലിക്കരോട് പറയണം, യാക്കോബക്കാരോട് പറയണം, പെന്തിക്കോസുകാരോടും പറയണം, ഹിന്ദുക്കളോടും പറയണം, മുസ്ലിങ്ങളോടും പറയണം, എല്ലാവരോടും പറയണം. സുവിശേഷം അറിയിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും പോയി സുവിശേഷം
അറിയിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനം ഇങ്ങനെ പരക്കണം, എല്ലാവരും സുവിശേഷം കേൾക്കണം. 13-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് സുവിശേഷം ഏഷ്യ മൈനറിൻ്റെ പല സ്ഥലങ്ങളിലേക്ക്, നേരത്തെ അവർ അന്ത്യോക്യ അവിടെയൊക്കെ പോയിടും, പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ബർന്നബാസിനെയും ശൗലിനെയും അവർ പ്രാർത്ഥിച്ച് അയക്കുകയാണ്. അവർ യെരുശലേമിലേക്കല്ല പോയത്, ഏഷ്യ മൈനറിലേക്കാണ്. ഒരു വിശാലമായ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്, ഏഷ്യ മൈനറിലേക്ക് പോവുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കുറച്ച് അധ്യായങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെന്നറിയാമോ, ഏഷ്യ മൈനറിൽ മാത്രമല്ല യൂറോപ്പിലേക്ക് വരുന്നു. വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. യൂറോപ്പിലേക്ക് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോളുക. അവിടെ നമ്മൾ കാണുന്നത്, അവർ ഏഷ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവർ ഫ്രുഗ്യയിലും പെലാത്യ ദേശത്തും നടന്നു. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ രാത്രിയിലെ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. മാസിലോണിയ ഏഷ്യ മൈനറല്ല, അത് യൂറോപ്പാണ്. യൂറോപ്പിലേക്ക് സുവിശേഷം പരന്നു. അവർ ഫിലിപ്പിയിൽ ചെന്നു, ലുദിയായോട് സുവിശേഷം അറിയിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ടാണ് ലുദിയ, ആദ്യത്തെ കൺവേർട്ടാണ്. അപ്പോൾ സുവിശേഷം ഇങ്ങനെ വ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സുവിശേഷം വ്യാപിക്കുകയാണ്, പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷം വ്യാപിക്കുകയാണ്. അതിനും പുറകിൽ നിന്നത് സഭയാണ്. ഈ പൗലോസും ബർന്നബാസും പോയി സുവിശേഷം അറിയിച്ചിട്ട് തിരിച്ച് വീണ്ടും അന്ത്യോക്യ സഭയിൽ വന്ന് അന്ത്യോക്യ സഭ അവർക്ക് കൂട്ടായ്മ കൊടുക്കുകയാണ്. പോയപ്പോൾ അവർ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് അന്ത്യോക്യ സഭ കൂടെ നിന്നു. പിന്നെ ഫിലിപ്പിയയിൽ അവർ സുവിശേഷം അറിയിച്ചു. പിന്നെ ഫിലിപ്പിയയിൽ നിന്ന് പത്രോസ് മറ്റ് സ്ഥലങ്ങളിൽ പോയപ്പോൾ ഫിലിപ്പിയയിലെ സഭകൾ പൗലോസിനെ സഹായിക്കാൻ തുടങ്ങി. തെസലോനിക്കയിൽ അവർ സുവിശേഷം അറിയിച്ചു. തെസലോനിക്ക സഭ എന്ത് ചെയ്തെന്നറിയാമോ? തെസലോനിക്ക സഭ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം അറിയിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതായ കാര്യം. മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ സുവിശേഷം അറിയിക്കുന്ന ഒരവസ്ഥ. 1 തെസലോനിക്കർ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായി തീർന്നു. തെസലോനിക്ക സഭ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്നു, അന്ത്യോക്യയിൽ നിന്ന് ഏഷ്യ മൈനറിലേക്ക് പോയി, അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോയി, യൂറോപ്പിൽ തെസലോനിക്ക സഭയിലേക്ക് വന്നു, തെസലോനിക്ക സഭയിൽ നിന്ന് പിന്നെയും ഇത് മുഴങ്ങിച്ചെല്ലുകയാണ്. എവ്രി വൺ എവ്രിവേർ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായ ഒരു കാര്യം. സുവിശേഷം അറിയിക്കാൻ ദൈവം എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. അതിനുവേണ്ടി നിയോഗിച്ച ചില ഉപദേശിമാരെ മാത്രമാക്കുന്നതിനല്ല, ദ ഹോൾ ചർച്ച്, മുഴുവൻ സഭയും, സഭയിലെ മുഴുവൻ അംഗങ്ങളും മുഴുവൻ സുവിശേഷവുമായി മുഴുവൻ ലോകത്തിലേക്കും പോകണം. എന്നാലേ ലോക സുവിശേഷീകരണം സാധ്യമാകുകയുള്ളൂ. മുഴുവൻ സഭയും പോകണം. പട്ടത്തെ സഭകളിലൊക്കെ നമ്മൾ പറയുമല്ലോ, അവിടെ ദൈവവേല ചെയ്യാനായിട്ട് ചിലരെ ആക്കിയിട്ടുണ്ട്, അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്, പട്ടക്കാരെയൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. അവരോട് പറയുമ്പം അവരോട് പറയുന്നത് വെച്ചോ, നിങ്ങൾ പോയി സുവിശേഷം പറയണമെന്ന് പറഞ്ഞു, അതിനൊക്കെ ഞങ്ങൾ ആൾക്കാരെ ആക്കിയിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ സഭകൾ, എപ്പിസ്കോപ്പസി, അതിനൊക്കെ ഞങ്ങൾ ആൾക്കാരെ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജോലി തന്നെ, ഞങ്ങൾ ഞായറാഴ്ച സഭായോഗത്തിന് പള്ളിയിൽ പോകും, ഞങ്ങൾ സ്വത്രാഴ്ച കൊടുക്കും, സംഭാവന കൊടുക്കും, മിഷൻ ഫീൽഡിലേക്കൊക്കെ ഞങ്ങൾ കാശ് കൊടുക്കും. നിങ്ങളോ? ഞങ്ങൾ ജോലി ചെയ്യും, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന കാശിൽ അത് ദശാംശം ഞങ്ങൾ കൊടുക്കും. ഇന്നിപ്പം അത് ഞാൻ പറഞ്ഞ പട്ടത്ത സഭകളുടെ കാര്യമാണ്. പക്ഷേ ഇന്നിപ്പം ഈ എപ്പിസ്കോപ്പസി വിശ്വാസ സമൂഹത്തെയും കടന്നു പിടിച്ചിരിക്കുകയാണ്.
നമ്മൾ പിള്ളേരോട് ചോദിച്ചു, വലിയവരോടും ചോദിച്ചു, നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ ആൾക്കാരെ ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പാസ്റ്ററുണ്ട്, പിന്നെ ഞങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, അവിടെയൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജോലിയോ? ഞങ്ങൾ ജോലി ചെയ്യും. അല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ സുവിശേഷം അറിയിക്കണം. നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. നിങ്ങൾ ജോലി ചെയ്തോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണോ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്നാണല്ലോ പറയുന്നത്, പ്രിൻസിപ്പൽ, ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ കർത്താവിനെ സ്വീകരിച്ചു, എനിക്ക് ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പപ്പായുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു ഹെഡ് മാസ്റ്റർ. നീ നടത്തിക്കോടാ മോനെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇന്നുവരെ ചെല്ലുന്നിടത്തെല്ലാം സുവിശേഷം അറിയിക്കുക. SP കോളേജിലാണ് ഞാൻ കോളേജ് ചെയ്തത്, ജേർണലിസം കൊച്ചിയിലാണ് ചെയ്തത്. കോളേജിൽ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കോളേജിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. കോളേജിൽ തന്നെയല്ല, ഞാൻ അവധി കിട്ടുമ്പോഴൊക്കെ ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരി മുഴുവൻ നടക്കുമായിരുന്നു. വഴി കൂടെ നടക്കും, ട്രാക്റ്റ് കൊടുക്കും, വീടുകൾ കയറി ഇറങ്ങും, സുവിശേഷം അറിയിക്കുക. നമ്മളിന്ന് പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, വേണ്ടാന്നൊന്നും പറയത്തില്ല, പക്ഷേ ചെയ്യത്തില്ല. ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും എടുത്തുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങളിലേക്കും പോകണം. ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അങ്ങനെ നമ്മൾ പഠിക്കണം, അങ്ങനെ നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. യു സീ, നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് നമ്മൾ വായിച്ചല്ലോ, തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയാണ്, കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. നമുക്കെല്ലായിടത്തും പോയി എല്ലായിടവും സുവിശേഷം അറിയിക്കണം. അതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ സഭയെ ഒരുക്കുവാനുള്ള കാര്യം. നമ്മുടെ കർത്താവ് വരുന്നു. അവൻ്റെ വരവ് എത്രയും അടുത്തിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ അവൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്നതാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. സഭയെ നമ്മൾ ഒരുക്കണം, ലോകത്തെ ഒരുക്കണം. ലോകത്തെ എങ്ങനെ ഒരുക്കുന്നത്? സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നയിക്കണം. അതാണ്. നമുക്കിനി സമയം അധികമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ 9ാം അധ്യായം അതിൻ്റെ 4ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കർത്താവ് പറയാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. അത് കർത്താവ് മാത്രമല്ല, നമ്മളെല്ലാം ഉദ്ദേശിച്ചുള്ള കാര്യമാണ്. പകൽ ഉള്ളിടത്തോളം പ്രവർത്തിക്കേണ്ടതാകുന്നു, ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കഴിയുമ്പോൾ സുവിശേഷം അറിയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ 30 വർഷത്തിന് മുമ്പാണ് ദമോയിലേക്ക് പോകുന്നത്. അന്ന് അവിടെ എല്ലാം പോയി സുവിശേഷം പറഞ്ഞു. അനേകർ കർത്താവിനെ അറിഞ്ഞു, സഭകൾ സ്ഥാപിതമായി. ദമോയി മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ. പക്ഷേ കാലങ്ങൾ കഴിയും തോറും സംഭവിക്കുന്നതിനെന്നറിയാം. എന്നെ പോലീസൊക്കെ പിടിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അന്ന് കുറച്ച് പകലുണ്ടായിരുന്നു പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യം. ഇന്നിപ്പോൾ അത് മാറി മാറി വരിക. സമ്പൂർണ്ണമായും മാറിയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അതുകൊണ്ട് പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ കൊച്ചി പട്ടണത്തിൽ ഇന്നിപ്പോൾ നമുക്കൊരു ട്രാക്റ്റ് കൊടുത്താൽ നമ്മളെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ട്രാക്റ്റ് കൊടുത്താൽ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സമയത്ത്, പകലുള്ള ഈ സമയത്ത് അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക. സുവിശേഷത്തിന് ആ രീതിയിൽ ഉള്ള കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 17:30 കണ്ടത്. എവരി വൺ എവരിവെയർ ഷുഡ് റിപ്പൻറ്റ്. അതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം.
എവ്രി വൺ എവ്രിവെയർ. എന്നെ വളരെ സ്വാധീനിച്ച, എന്നോട് കർത്താവ് സംസാരിച്ച, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചതാണ്. ദാറ്റ് ഈസ് മൈ ഡിസയർ. ഞാൻ ശ്രീലങ്കയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട്, വായിച്ച വേദഭാഗമാണ്, നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, ദാറ്റ് ഈസ് മൈ ഡിസയർ. എല്ലായിടത്തും എല്ലാവരും, എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ഈ കൊച്ചി പട്ടണത്തിലുള്ളവർ, മറ്റ് പട്ടണങ്ങളിലുള്ളവർ, വടക്കേ ഇന്ത്യയിലുള്ളവർ, ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് തന്നെ കുറേ പേരൂടെ രക്ഷിക്കപ്പെടണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം കൊണ്ടാണ്. 2 പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം കർത്താവിൻ്റെ വചനം പറയുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവ് ഇനി വരത്തില്ല, ഇപ്പോൾ വരത്തില്ല, വരുമായിരിക്കും, വരുന്നെങ്കിൽ വന്നോട്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അല്പമെങ്കിലും താമസിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണമുണ്ട്. എന്താണ്? ആരും നശിച്ചു പോകാതെ നിത്യജീവൻ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് അവൻ്റെ ദീർഘക്ഷമയുടെ അടയാളമാണ്. എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത്? എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യുക. അതിനുവേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മുടെ സഭയെ ഒരുക്കുക, സുവിശേഷത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചല്ലോ, സുവിശേഷീകരണത്തിന് വേണ്ടി സഭയെ ഒരുക്കുക, സുവിശേഷത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. വ്യക്തിപരമായി വിശുദ്ധിയിൽ ഞാൻ ഒരുങ്ങണം. എൻ്റെ കുടുംബത്തെ ഞാൻ ഒരുക്കണം. എൻ്റെ സഭയെ ഞാൻ ഒരുക്കണം. സുവിശേഷീകരണത്തിന് വേണ്ടി സഭയെ ഒരുക്കണം. സുവിശേഷത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കണം. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ സന്ദർഭത്തിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. നിൻ്റെ വരവ് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്പമെങ്കിലും താമസിക്കുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ചിലരൂടെ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. അതുതന്നെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയാക്കണമേ കർത്താവേ. വി ഓൾസോ വാണ്ട് ടു സീ ദാറ്റ് എവ്രിവൺ എവ്രിവെയർ ഈസ് റിപ്പന്റിങ്. യെസ് ലോർഡ്, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ സഭയെ ഒരുക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കണമേ കർത്താവേ. നിൻ്റെ വരവിൽ ഞങ്ങൾ എടുക്കപ്പെടണം എന്നതുപോലെ അനേകരെ ഞങ്ങൾ നേടി അവരെയും കൊണ്ട് നിൻ്റെ അടുത്ത് വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തന്നെ അങ്ങ് വരാനല്ല, അതിലുപരിയായി അനേകരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി അവരെയും കൊണ്ട് നിൻ്റെ സന്നിധിയിൽ വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. നീ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾ വിശുദ്ധരാകുവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ. അതിനുവേണ്ടി നിൻ്റെ കൃപ ചൊരിയണമേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.